സമരസമിതിക്ക് കോഴിക്കോട്ടെ അറവുമാലിന്യ സംസ്കരണശാല ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതിൽ സമരസമിതിക്ക് പ്രതിഷേധം. ഫ്രഷ് കട്ട് അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ പറഞ്ഞു. ഇന്നു മുതൽ സമരം പുനരാരംഭിക്കാനാണ് ആലോചന. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചെങ്കിലും ഫ്രഷ് കട്ട് ഇന്ന് തുറക്കില്ല. ഫാക്ടറിയിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി 2-3 ദിവസത്തിനകം ഫാക്ടറി തുറക്കാനാണ് ഫ്രഷ് കട്ട് ഉടമകൾ ആലോചിക്കുന്നത്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ 4000-ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഫ്രഷ് കട്ട് മാലിന്യ കമ്പനി അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതുവരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം. കാരണം കലക്ടർക്ക് കോഴിക്കോട് ജില്ലയിൽ മറ്റ് പ്ലാന്റ് വരുന്നതിനെ പറ്റിയുള്ള ചിന്ത അല്ല. 74 പഞ്ചായത്തും 6 മുനിസിപ്പാലിറ്റിയിലെയും ഒരു കോർപ്പറേഷന് മുഴുവൻ മാലിന്യം ഈ ഇരുതുള്ളിപ്പയുടെ ഓരത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ കലക്ടർക്ക് മാലിന്യമുക്ത കേരളമാക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം.